ISLന്റെ 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്കൊന്നും പ്രവേശിക്കാൻ ചാൻസ് ഇല്ല എന്ന രീതിയിലായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവസാന നിമിഷം വെച്ച് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മാർച്ച് 19-ന് അതായത് വരുന്ന വെള്ളിയാഴ്ചയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് മത്സരം അരങ്ങേറാനായിട്ട് പോകുന്നത്. ഒഡീഷ FC ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കാനായിട്ട് പോകുന്നത്. വൈകിട്ട് 7:00 തന്നെയാണ് മത്സരം ആരംഭിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒഡീഷ FCയുടെ തട്ടകത്തിൽ പോയിക്കൊണ്ട് ഒഡീഷ FCയെ പരാജയപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ ഏപ്രിൽ 23 നടക്കുന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ മോഹൻബഗാൻ സൂപ്പർ ജയൻസിനായിരിക്കും ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത്. ഈ സീസണിലെ ടേബിൾ ടോപ്പേഴ്സും ഷീൽഡ് വിന്നേഴ്സുമാണ് മോഹൻബഗാൻ സൂപ്പർ ജയൻസ് എന്നുള്ള കാര്യം ഓർക്കുക. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതുവരെ ISLൽ ഷീൽഡ് വിന്നേഴ്സ് ആയിട്ടുള്ള ഒരു ടീമും ISL ട്രോഫി ഉയർത്തിയിട്ടില്ല എന്ന ചരിത്രമുണ്ട്. മത്സരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ആരാധകരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയൽ ലൂണ പരിക്കിൽ നിന്നും റിക്കവർ ആയിക്കൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിന് വേണ്ടി സജ്ജനായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതുകൂടാതെ തന്നെ കഴിഞ്ഞൊരു ദിവസം വന്ന ന്യൂസ് ആയിരുന്നു ഡിമിട്രിയോസ് ഡാമാൻഡാക്കോസിന് പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹം ഈ ഒരു മത്സരത്തിൽ കളിക്കാൻ തയ്യാറല്ല എന്നുള്ളത്. എന്നാൽ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ടീമിനൊപ്പം ഒഡീഷയിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ആകെ വന്നിട്ടുണ്ട്. ഇനി ഏറ്റുമുട്ടായിട്ട് പോകുന്ന രണ്ട് ടീമുകളുടെ പോയിന്റ് ടേബിളിലെ സ്ഥാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ 22 മത്സരങ്ങളിൽ നിന്ന് 33 പോയിന്റുമായി 5ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. എന്നാൽ 22 മത്സരങ്ങളിൽ നിന്ന് 39 പോയിന്റുമായിട്ട് 4ാം സ്ഥാനത്ത് ഒഡീഷ FCയും ഉണ്ട്. ബ്ലാസ്റ്റേഴ്സിനേക്കാളും ഒരു സ്ഥാനം ഒഡീഷ FC മുന്നിലായതുകൊണ്ട് തന്നെയാണ് ഒഡീഷയിൽ വെച്ച് ഈ ഒരു മത്സരം നടക്കാനുള്ള കാരണം. ഇനി ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCക്കെതിരെ ഇറങ്ങാനായിട്ട് പോകുന്ന ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് തന്നെ വരാം. ഗോൾ കീപ്പർ സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ തേർഡ് കീപ്പറായിട്ടുള്ള ലാറ സിംഗ് ഇറങ്ങാനാണ് സാധ്യത. ഡിഫൻഡേഴ്സിലേക്ക് വരികയാണെങ്കിൽ മിലോസും മാർക്കോ ലെസ്കോവിച്ചും റൈറ്റ് ബാക്കായിട്ട് പ്രീതം കോട്ടവും ലെഫ്റ്റ് ബാക്കിൽ സന്ദീപ് സിംഗ് ഇറങ്ങാനാണ് സാധ്യത. നവോച്ച സിംഗിന് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരക്കാരനായിക്കൊണ്ട് സന്ദീപ് സിംഗ് ഇറങ്ങിയേക്കും. ഇനി മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ രണ്ട് സെൻട്രൽ മിഡുകളായിട്ട് വിപിൻ മോഹനും ജിക്സൺ സിംഗുമായിരിക്കും. റൈറ്റ് മിഡിൽ പരിക്കെല്ലാം മാറിക്കൊണ്ട് വരുന്ന അഡ്രിയൽ ലൂണയും ലെഫ്റ്റ് മിഡിൽ ഐമനുമായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. രണ്ട് സ്ട്രൈക്കർമാരായിട്ട് ഡിമിട്രിയോസ് ഡാമാൻഡാക്കോസും രാഹുൽ കെപിയും ഇറങ്ങാനാണ് സാധ്യത. ഡിമിട്രിയോസിന്റെ പരിക്കാണ്, ഇദ്ദേഹം ഇറങ്ങിയില്ല എന്നുള്ള ന്യൂസുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇദ്ദേഹം ഇപ്പോൾ ഓക്കെയാണ്. ബ്ലാസ്റ്റേഴ്സിനൊപ്പം കളിച്ചേക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഇവാൻ വുക്കമനെ ചാണല്ലോ എന്നുള്ളൊരു ധൈര്യം മാത്രമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. അദ്ദേഹം എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒക്കെ അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു വിജയം തന്നെ ഒഡീഷ FCക്കെതിരെ സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ആര് എത്ര സ്കോറിന് വിജയിക്കുമെന്നുള്ളത് തീർച്ചയായും സ്കോർ പ്രെഡിക്റ്റ് ചെയ്യാണ്ട് മറക്കരുത്. അപ്പോൾ മറ്റൊരു വീണ്ടും കാണാം. ബൈ.